സൂപ്പറല്ലേ? എന്നിട്ട് അവിടെ പോയിരിക്കട്ടെ കോട്ടയം. നമ്മളിപ്പോൾ കൊട്ടവഞ്ചിയിലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ കൊട്ടവഞ്ചി തുഴയുന്ന ചേട്ടൻ്റെ പേരെന്താ? സത്യൻ. അങ്ങോട്ട് തിരിഞ്ഞ് സത്യൻ ചേട്ടനാണ്. അപ്പം സത്യൻ ചേട്ടൻ ഇതിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റോറി പറഞ്ഞു തരുവാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് ചേട്ടാ പറഞ്ഞേ? ഇത് നമ്മുടെ തണ്ണത്തോട് പഞ്ചായത്ത് അടവി ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ കൊട്ടവഞ്ചി നടക്കുന്നത്. തണ്ണത്തോട് പഞ്ചായത്ത് ഇത് മണ്ണേറ മുണ്ടോമഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൊട്ടവഞ്ചി ഇപ്പൊ നടക്കുന്നത്. മണ്ണീറ അല്ലേ? മണ്ണേറ മുണ്ടോമഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കൊട്ടവഞ്ചി നടക്കുന്നത്. അപ്പം ഇതിപ്പോ നമ്മുടെ കോന്നിയിൽ ഒരു 13 കിലോമീറ്ററോളം ദൂരം. കോന്നിന്ന് 13 കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് ഈ കൊട്ടവഞ്ചി നടക്കുന്ന സ്ഥലത്ത് വരും. ഇവിടെ തന്നെ ഇപ്പൊ നമുക്ക് 2 രീതിയിലുള്ള റൈഡാണ്. ഒരു അരമണിക്കൂർ ഷോർട്ട് റൈഡും ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം ഒരു ലോങ് റൈഡ് ഉണ്ട്. അത് നമുക്ക് ഈ ഒഴുക്കിന്റെ അനുസരിച്ചാകുമ്പോൾ നമുക്ക് സമയം കൃത്യം പറയാൻ പറ്റും. അതങ്ങനെ എന്നിട്ട് 2 കിലോമീറ്റർ നമ്മൾ ഒരു ഒഴുക്കിന്റെ കൂടെ നമ്മളിങ്ങനെ പോകും. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ഈ 1/2 കിലോമീറ്റർ പറഞ്ഞതും 2 കിലോമീറ്റർ പറഞ്ഞതും പ്രൈസ് ഡിഫറൻസ് ഉണ്ടോ? ഇത് അരമണിക്കൂർ നമ്മൾ സമയം എന്ന് പറയുമ്പോൾ ഇതിപ്പോ 4 പേരായാലും ഒരാളായാലും ഒരു കൊട്ടയ്ക്കാകത്തില്ല. 4 പേർക്കും ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞിനോടാണ് നമ്മൾ അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനാണ് നമുക്ക് 500 രൂപയും ഈ 2 കിലോമീറ്റർ നമ്മൾ ലോങ് റൈഡ് പോകുന്നതിന് 900 രൂപ ഉണ്ട്. പിന്നെ വൺ സൈഡ് എന്ന് പറയുമ്പോൾ ഈ ലോങ് റൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വൺ സൈഡ് മാത്രമേ ഉള്ളൂ. റിട്ടേൺ നമുക്ക് തുഴഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ നിങ്ങളെ ഇറക്കി വിട്ട് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഓട്ടോറിക്ഷ ഇവിടുന്ന് തന്നെ നമ്മളത് അറേഞ്ച് ചെയ്യാം വരുമ്പോൾ. പിന്നെ അപ്പോൾ അതേ തന്നെ നിങ്ങളെ പിന്നെ പാർക്കിംഗ് ഏരിയയിൽ എത്തിക്കുന്നത് വരെ നമ്മുടെ ഉത്തരവാദിത്വം. അതിന് വേറെ പൈസ, എക്സ്ട്രാ ചാർജസ് ഇല്ല. അങ്ങനെയാണ് ഇത് സ്റ്റോറി. ഇത് നമുക്ക് അരമണിക്കൂർ സമയം നമ്മൾ ഇവിടെ വന്ന് ഒരു 3/4 കിലോമീറ്ററോളം ഉണ്ട്. തിരിച്ച് നമ്മൾ ഷോർട്ട് റൈഡ് അതേപോലെ തന്നെ പോകും, വെള്ളത്തിൽ കൂടി തന്നെ. അല്ലെങ്കിൽ ഓട്ടോ അറേഞ്ച് ചെയ്യുന്നു, റോഡ് മാർഗം. അത് ലോങ് എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളം വന്നപ്പോൾ മാത്രമേ പറ്റൂ. ഇപ്പൊ വെള്ളം ഉണ്ടല്ലോ, അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പൊ അതിന് 900 റുപ്പീസ് അല്ലെങ്കിൽ 500 റുപ്പീസ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് 365 ദിവസം ഈ ഷോർട്ട് റൈഡുകളുണ്ടാവും. ഇവര് ബണ്ടെന്നല്ലേ പറഞ്ഞേ? ഉണക്ക സമയമാകുമ്പോൾ ബണ്ട് കിട്ടിയിട്ട് വെള്ളം വറ്റാതെ കീപ്പ് ചെയ്യുന്ന പറയുന്നത്. അപ്പം നമുക്കുണ്ട്. പിന്നെ അതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമ്മൾ നെറ്റിനകത്ത് ആനക്കൂട് അവധിയായിരിക്കാം. ആനക്കൂട് അവധിയാണെങ്കിലും ഇതുണ്ട്, കൊട്ടവഞ്ചിയുണ്ട്. ഇക്കോ ടൂറിസം എന്ന് പറയുന്ന എല്ലാ മേഖലയിലും തിങ്കളാഴ്ച ദിവസം അവധിയാണ്. ഇവിടെ ഈ കൊട്ടവഞ്ചി ഉണ്ട്, ഇതുവരെ അതിന് അവധിയില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഇൻഫർമേഷൻ. എപ്പോൾ വേണേലും വരാം. സ്റ്റാർട്ടിങ് വൈകിട്ട് 5:30 വരെ ടിക്കറ്റ്. എല്ലാ ഡേയ്സിലും കൊട്ടവഞ്ചി അവൈലബിൾ ആണ്. പിന്നെ അത്യാവശ്യം ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കറങ്ങാനോ ടിക്കറ്റ് ഒന്നുമില്ല. തിരിച്ചു കറങ്ങാനാണോ? വഞ്ചി പാട്ടൊക്കെ വരുന്നു ഇവിടെ. അയ്യോ, എൻ്റെ അമ്മ എനിക്ക് തയ്യാറാണ്. ഓ നൈസ്, അത് കൊള്ളാലോ. കേട്ടോ കൊട്ടവഞ്ചി. ശരിക്കും എനിക്ക് പേടിയാണ് വാട്ടറിലൂടെ ട്രാവൽ ചെയ്യാൻ. ഒരു 3 മിനിറ്റ്സ് അല്ല, ഒരു 2 മിനിറ്റ്സ് ആയപ്പോഴേക്കും ഞാൻ ഓക്കെ ആയി. കിഡു എക്സ്പീരിയൻസ് ആണ്. അയ്യോ, എനിക്കിപ്പോൾ പേടിയേ ഇല്ല. നെക്സ്റ്റ് ടൈം വന്നിട്ട് ചാടി കയറും ഇതിനകത്തോട്ട്, കുഴപ്പമില്ല, നല്ലതായിരുന്നു. ബാക്കിലെ മല. ഇടിവെട്ടുന്ന